CPM-ൽ കലുഷിതമായ അന്തരീക്ഷമാണ് നിലവിലുള്ളത്. പി ജയരാജനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റിയതുൾപ്പെടെ അതിന്റെ പ്രകടമായ സൂചനയാണ്. കൺവീനർ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യപ്പെട്ട ജയരാജൻ CPM വേദികളിൽ ഇനി ഉണ്ടാകില്ല. അദ്ദേഹം ഇപ്പോഴും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. പ്രസ്തുത സ്ഥാനത്തു നിന്നും മാറ്റാൻ നീക്കമില്ലെന്ന് പാർട്ടി വ്യക്തമാക്കിയിട്ടുമുണ്ട്. പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കാനാണ് പി ജയരാജന്റെ തീരുമാനമെന്നാണ് വിവരം. മുന്നണി കൺവീനർ സ്ഥാനത്തു നിന്ന് നീക്കാനുള്ള തീരുമാനം അറിഞ്ഞതിനു ശേഷം തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങി പി ജയരാജൻ സെക്രട്ടേറിയറ്റ് അംഗമെന്ന നിലയ്ക്ക് താമസത്തിന് പാർട്ടി അനുവദിച്ച പാർട്ടി ഫ്ളാറ്റിന്റെ താക്കോൽ തിരിച്ചേൽപ്പിച്ച് തന്റെ സാധനങ്ങളെല്ലാം എടുത്താണ് കണ്ണൂരിലേക്ക് തിരിച്ചത്. പാർട്ടി ആസ്ഥാനത്തേക്ക് ഇനിയൊരു മടക്കമില്ലെന്നുറപ്പിച്ച യാത്രയായിരുന്നു അത്. അടുത്ത വർഷം ഏപ്രിൽ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ പി ജയരാജന് 75 വയസ്സ് തികയാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുണ്ടാകൂ. 75 വയസ്സ് പ്രായപരിധിയിൽ തട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും പുറത്താകാനുള്ള സാധ്യത ഏറെയാണ്. പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനത്തിന് അതും ഒരു കാരണമാണ്. മുൻപ് പലവട്ടം പാർട്ടിയുമായി പിണങ്ങി വീട്ടിൽ പോയ പി ജയരാജനെ അനുനയിപ്പിച്ചിരുന്നത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. പിണറായി വിജയനും കൈവിട്ട അദ്ദേഹത്തെ പാർട്ടി നടപടിക്ക് ശേഷം പാർട്ടിയിൽ നിന്ന് ആരും ബന്ധപ്പെട്ടിട്ടില്ല എന്നത് അനുനയത്തിന്റെ സാധ്യതയില്ല എന്നാണ് കാണിക്കുന്നത്. സജീവ രാഷ്ട്രീയം വിടുമോ എന്ന ചോദ്യത്തിന് സമയമാകുമ്പോൾ പറയാമെന്നാണ് മറുപടി. BJP-യിൽ ചേരാൻ നീക്കം നടത്തി എന്നതിന്റെ പേരിലാണ് പി ജയരാജൻ പാർട്ടിക്ക് അനഭിമതനായത്. അതുകൊണ്ട് തന്നെ ജയരാജന്റെ അടുത്ത നീക്കം എന്താണെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. കേരളത്തിൽ കളം പിടിക്കാൻ ആഞ്ഞു ശ്രമിക്കുന്ന BJP അവസരം പ്രയോജനപ്പെടുത്താൻ വലിയ ശ്രമങ്ങൾ നടത്തുമെന്ന് ഉറപ്പാണ്. കണ്ണൂരിലെ വീട്ടിൽ വിശ്രമിക്കുന്ന പി ജയരാജൻ ആത്മകഥ എഴുതാനുള്ള ഒരുക്കത്തിലാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 6 പതിറ്റാണ്ടോളം നീണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പമുള്ള യാത്രയിൽ നിർണായക സന്ദർഭങ്ങളിൽ പ്രധാന റോൾ വഹിച്ച ആളാണ് പി ജയരാജൻ. മുറിവേറ്റ മനസ്സുമായി അദ്ദേഹം ജീവിതകഥ എഴുതാനിരിക്കുമ്പോൾ എന്തൊക്കെ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്ന് ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. പുറത്തായതിന് തൊട്ടടുത്ത ദിവസം തന്നെ ആത്മകഥ എഴുതുന്നത് പി ജയരാജൻ വെളിപ്പെടുത്തിയത് വെട്ടിനിരത്തിയ നേതാക്കൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. പി എല്ലാം തുറന്നെഴുതിയാൽ രാഷ്ട്രീയ കേരളത്തിൽ തുടർചലനങ്ങൾക്കുള്ള വകയുണ്ടാകുമെന്ന് ഉറപ്പാണ്. തന്റെ രാഷ്ട്രീയ ജീവിതവും ഇത്രയും നാളും കടന്നു വന്ന വഴികളും നേരിട്ട വിവാദങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയുള്ള ആത്മകഥ ഉടൻ പുറത്തിറങ്ങുമെന്ന് പി ജയരാജൻ അറിയിച്ചു. രാഷ്ട്രീയ ജീവിതവും വിവാദങ്ങളും എല്ലാം തുറന്നെഴുതിയേക്കും എന്നതാണ് സൂചന. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. സാധാരണഗതിയിൽ തനിക്ക് പറയാനുള്ളത് തുറന്നടിക്കാറുള്ള പി ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ട സാഹചര്യത്തിലും പൂർണ്ണ സംയമനം പാലിച്ചാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. CPM-ന്റെ കണ്ണൂരിലെ ജയരാജന്മാരിൽ പ്രമുഖനായ പി ജയരാജൻ 6 പതിറ്റാണ്ടു നീണ്ട തന്റെ പാർട്ടി ജീവിതം ആത്മകഥയിലൂടെ എഴുതുമ്പോൾ പാർട്ടിക്കുള്ളിലെ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞേക്കുമെന്ന് കരുതുന്നു. പലപ്പോഴായി പാർട്ടിക്കുള്ളിൽ തന്നെ പിയെ ലക്ഷ്യമിട്ട് നടത്തിയ വേട്ടകളുടെ കഥകളും ആത്മകഥയിലുണ്ടായിരിക്കും. BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ യഥാർത്ഥ വിവരങ്ങൾ, റിസോർട്ടുമായി ബന്ധപ്പെട്ട പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടായ വേട്ടയാടൽ, പാർട്ടിക്കുള്ളിൽ തന്നെ ഒതുക്കിയ നീക്കങ്ങൾ, ഇവയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ എന്നിവയെല്ലാം ആത്മകഥയിൽ ഉണ്ടായാൽ CPM കടുത്ത പ്രതിരോധത്തിലാകും. അതേസമയം പി ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി രഹസ്യ ചർച്ച നടത്തിയത് പിണറായി വിജയന് വേണ്ടിയാണെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP പറഞ്ഞിരുന്നു. എന്നാൽ പിടിക്കപ്പെട്ടപ്പോൾ പിണറായി വിജയൻ കൈയൊഴിഞ്ഞുവെന്നും സ്വന്തം തടി രക്ഷിക്കാൻ ആരെയും കുരുതി കൊടുക്കുന്ന പിണറായി വിജയൻ കേരളത്തിന് ശാപമാണെന്നും സുധാകരൻ തുറന്നടിച്ചു. അതേസമയം മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ പിക്കെതിരായ നടപടിയിലൂടെ CPM-ലുള്ള വിശ്വാസമാണ് മതന്യൂനപക്ഷങ്ങൾക്കുൾപ്പെടെ വർദ്ധിച്ചിരിക്കുന്നത്. കാരണം പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയും BJP സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന പിയുടെ പ്രസ്താവനയും ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തു നിന്നും അകറ്റാൻ കാരണമായിരുന്നു. പിക്കെതിരായ നടപടിയിലൂടെ ഇനി ആ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ CPM-ന് സാധിക്കുന്നതാണ്. രാജ്യത്തെ മറ്റൊരു പാർട്ടിയും കൂടിക്കാഴ്ചയുടെ പേരിൽ ഉന്നതരായ നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുകയില്ല. എന്നാൽ മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാണ് തങ്ങളുടെ പാർട്ടി എന്നത് തെളിയിക്കുകയാണ് CPM-ന്റെ ലക്ഷ്യം.
പി ജയരാജൻ സ്വന്തം ശരീരത്തിൽ വെടിയുണ്ട ഏറ്റുവാങ്ങിയ വലിയ നേതാവായിട്ട് പോലും കേരളത്തിലെ CPM മുഖം നോക്കാതെയാണ് തൽസ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ നീക്കിയിരിക്കുന്നത്. BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് ലോക്സഭാ വോട്ടെടുപ്പ് ദിവസം തന്നെ പി ജയരാജൻ സ്ഥിരീകരണം നൽകിയത് വ്യാപകമായാണ് കോൺഗ്രസും ലീഗും പ്രയോജനപ്പെടുത്തിയിരുന്നത്. അതിന്റെ കൂടി നേട്ടമാണ് 20-ൽ 18 സീറ്റുകളിലെ UDFന്റെ മിന്നുന്ന വിജയം. ഒരേ സമയം ന്യൂനപക്ഷ വോട്ടുകളും ഭൂരിപക്ഷ വോട്ടുകളും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നഷ്ടമായിട്ടുണ്ട്. പിയുടെ BJP സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായ പ്രസ്താവനയും കൂടിക്കാഴ്ചയും ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ BJPക്ക് സഹായകരമായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പി ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതോടെ പുതിയ ചർച്ചകൾക്കും പുതിയ വിവാദങ്ങൾക്കും കൂടിയാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഇതോടെ പി ജയരാജൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കാനുള്ള ആലോചനകളും നടക്കുന്നുണ്ടെന്ന സൂചനകളുമുണ്ട്.